ഹലോ, ഇതെങ്ങോട്ടാ പോക്കുന്നല്ലേ? ഇനി 3 ദിവസത്തേക്ക് കല്യാണ വിശേഷങ്ങളാണ് കേട്ടോ. ഈ ബസ് യാത്രയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഞാൻ മാറിക്കേറിയ ബസ്സാണ് കേട്ടോ. ഞാൻ നേരെ ചെന്നിറങ്ങിയത് വെമ്പായത്താണേ. പിന്നെ വേറെ ബസ്സിലൊക്കെ കയറി ഞങ്ങൾ എങ്ങനെയെങ്കിലും കല്യാണ വീട്ടിലെത്തി പാടിപ്പെണ്ണിൻ്റെ അടുത്തേക്ക് നേരെ പോയി കേട്ടോ. അവിടെ ചെന്നപ്പോഴത്തേക്ക് മെഹന്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ കിച്ചണിലേക്ക് അവിടെ ചെന്ന് ചിക്കൻ കറിയുടെ ഉപ്പൊക്കെ നോക്കി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ലേറ്റ് ആയിട്ടുള്ളത് ഞാനാന്ന് തോന്നുന്നു കേട്ടോ. എല്ലാവരും നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ബ്രൈഡ് ഒരുങ്ങുന്ന തിരക്കിലാണ് കേട്ടോ. ഇതൊക്കെ ബ്രൈഡിൻ്റെ ഫ്രണ്ട്സാണ്. പിന്നെ ഞങ്ങൾ ബ്രൈഡ് ഒന്ന് സെറ്റായപ്പോൾ ഞങ്ങളിതേ ഫോട്ടോ എടുക്കാനും റീൽ എടുക്കാനൊക്കെ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ബ്രൈഡിൻ്റെ ഫ്രണ്ട്സ് അല്ല കേട്ടോ, ഇത് ഞങ്ങളെ റിലേറ്റീവ്സും കൂടെ ഉണ്ടേ. പിന്നെ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ, എല്ലാ റിലേറ്റീവ്സിനെയും കാണാൻ പറ്റിയാലും. പിന്നെ ഹൽദിക്ക് എല്ലാവരും യെല്ലോ കളറിലായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഹൽദി തുടങ്ങാൻ നേരമായിട്ടുണ്ടേ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ടീം ഈ ഹൽദിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടേ. ഇനി ഒരു കാര്യം പറയാൻ പറഞ്ഞു കേട്ടോ, ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടിരുന്ന് കാണണേ. അങ്ങനെ ബ്രൈഡിൻ്റെ പാരൻസ് മധുരം നൽകുന്നുണ്ടായിരുന്നേ. പിന്നെ ബ്രൈഡിൻ്റെ ഗ്രാൻഡ് മദറും അതുപോലെ തന്നെ ബ്രദറൊക്കെയാണ് കേട്ടോ മധുരം നൽകിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പാത്തൂസും അയ്യാനും ഇവിടെ നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ, ഇതെന്താ സംഭവം എന്ന്. അവർ ആ ഫ്രണ്ടിൽ നിന്ന് മാറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഇതൊക്കെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കാത്തിരുന്ന് എല്ലാവരും മധുരം കൊടുക്കുന്നുണ്ട്, മുഖത്ത് മഞ്ഞളൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്. വീഡിയോ പരിമിതി ഉള്ളതുകൊണ്ട് കുറച്ച് മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഉമ്മച്ചിയും പോയിരുന്ന് മഞ്ഞളൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ടായിരുന്നേ. പിന്നെ സ്പീക്കറിലൊക്കെ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ മ്യൂസിക് ആഡ് ചെയ്യാത്തത് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ടാണേ. അങ്ങനെ പാത്തും കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ അവസരത്തെ കേട്ടോ. അങ്ങനെ ഞാനും പോയി കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ ഇമ്മണി മഞ്ഞളും തേച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ബ്രൈഡിൻ്റെ നൈവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നേ. പിന്നെ ലാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്ന ബ്രൈഡിൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നു കേട്ടോ. പിന്നെ വന്നിട്ടുണ്ടായിരുന്ന മാമമാരെ മക്കളാണേ. പിന്നെ വന്നിട്ടുണ്ടായിരുന്ന കസിനും ബ്രദറും ആണേ. ലാസ്റ്റ് ഞാൻ ഒന്നുകൂടെ പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഹൽദിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് കേക്ക് കട്ട് ചെയ്യലാണേ. ഇതാണ് ബ്രൈഡിൻ്റെ ഫാമിലി. പിന്നെ ബ്രൈഡ് അവിടെ നിന്ന് കുട്ടികൾക്ക് എല്ലാം കൊടുക്കുന്നുണ്ടായിരുന്നേ. കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്ത ശേഷം പിന്നെ ഫുഡ് കഴിക്കുന്ന ടൈമായേ. അങ്ങനെ ഹൽദി നൈറ്റിന് ഇതായിരുന്നു കേട്ടോ ഫുഡ്. ഈ ഒരു ഹെൽത്തി നൈറ്റ് ഇതോടുകൂടി തീരുന്നില്ല കേട്ടോ. ഇനി ഞങ്ങളുടെ പാട്ടും ഡാൻസൊക്കെ വരുന്നുണ്ട്. ഇത് ഞങ്ങളുടെ ചെറിയൊരു റീലാണ് കേട്ടോ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ മനോഹരമായി ഞങ്ങളുടെ ഹെൽത്തി നൈറ്റ് അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ബാക്കി കല്യാണ വിശേഷങ്ങളൊക്കെ പുറകെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ബ്രൈഡിന് ഹാപ്പി മാരീഡ് ലൈഫ് പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് ഞാൻ നിർത്തുന്നു. ബാക്കി വിശേഷങ്ങളായി നാളെ വരാം.